ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവി നമ. 14-ാമത്തെ അധ്യായത്തിൽ നാരായണപ്രിയ പദപ്രാപ്തിയാണ് വർണ്ണിക്കേണ്ടത്. നമുക്ക് നോക്കാം. വിഷ്ണുവിന്റെ പത്നിമാരാണ് ഗംഗയും വാണിയും ലക്ഷ്മിയും തുളസിയും എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ആര് ചോദിക്കുന്നു? ശ്രീനാരായണ മഹർഷിയോട് ശ്രീ നാരദ മഹർഷി ചോദിക്കുന്നു. ഗംഗ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നും പറഞ്ഞുല്ലോ. ഗംഗ എങ്ങനെയാണ് വൈകുണ്ഠനാഥന്റെ പത്നിയായതെന്ന് അറിഞ്ഞതുമില്ല. ആ കഥ പറഞ്ഞു തന്നാലും. ആ കഥ കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് മഹർഷി എന്ന് ശ്രീ നാരദ മഹർഷി നാരായണ മഹർഷിയോട് ചോദിക്കുന്നു. അവിടെ പറയാൻ തുടങ്ങി അദ്ദേഹം. നാരദ, ഗംഗ വൈകുണ്ഠത്തിലെത്തിയപ്പോഴേക്കും ബ്രഹ്മദേവൻ അവിടെ എത്തി ശ്രീഹരിയെ നമസ്കരിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? രാധാകൃഷ്ണന്മാരുടെ അംഗത്തിൽ നിന്നുണ്ടായി സുന്ദരി കൃഷ്ണനല്ലാതെ മറ്റൊരാളെയും വരിക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവള് നവയൗവന സമ്പന്നയാണ്. അത് മാത്രമല്ല ക്രോധാഹങ്കാരാദികൾ ഒന്നുമില്ലാത്ത സത്വസ്വരൂപിണിയുമാണ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ ബ്രഹ്മദേവൻ ഭഗവാനോട്. അതിനാൽ രാധാദേവി ഇവളെ പാലനം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഇവള് ഭയന്ന് കൃഷ്ണന്റെ പാദാംശത്തിൽ അഭയം പ്രാപിച്ചു. ബ്രഹ്മാണ്ടം ഗംഗ ഇല്ലാത്തത് കൊണ്ട് ശുഷ്കമായിപ്പോയി, ഉണങ്ങിപ്പോയി. അത് പറയാനാണ് ഞാൻ ഗോലോകത്തേക്ക് വന്നത്. വൃത്താന്തങ്ങളെല്ലാം അറിയിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? തന്റെ പാദത്തിലെ പെരുവിരലിൽ നിന്ന് അഘാഗ്രത്തിൽ കൂടി ഗംഗയെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. ആ സമയത്ത് ഞാൻ രാധയെ പൂജിക്കാനുള്ള മന്ത്രം ഗംഗക്ക് ഉപദേശിച്ചു. രാധാകൃഷ്ണന്മാരെ നമസ്കരിച്ച് ഞാൻ ഗോലോകത്തിൽ നിന്ന് അങ്ങ് വസിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് വന്നതാണ്. അങ്ങ് ഗാന്ധർവ വിധി പ്രകാരം ഗംഗയെ സ്വീകരിക്കുക. പുരുഷന്മാരിൽ വെച്ച് പുരുഷോത്തമനാണ് അങ്ങ്. ഗംഗയോ സ്ത്രീകൾ മാണിക്യവുമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം വന്ന സ്ത്രീയെ ഉപേക്ഷിക്കുന്നതിനെ മഹാലക്ഷ്മി ഉപേക്ഷിക്കും. അത് മനസ്സിലാക്കണം. ജ്ഞാനിയായ ഒരുവൻ സ്ത്രീയെ അപമാനിക്കാൻ പാടില്ല. സകല പുരുഷന്മാരും പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. സ്ത്രീകൾ പ്രകൃതിയുടെ കലകളും അങ്ങ് നിർഗുണനും പ്രകൃതിക്ക് അതീതനുമാണ്. ഇങ്ങനെയൊക്കെ ബ്രഹ്മാവ് പറയുകയാണ്. അങ്ങ് ചതുർഭുജനായ ശ്രീകൃഷ്ണനാണ്. ദ്വിഭുജനായ കൃഷ്ണൻ അങ്ങയുടെ അർത്ഥാംശമാണ്. കൃഷ്ണന്റെ വാമാങ്കത്തിൽ നിന്ന് നേരത്തെ ജനിച്ചവളാണ് രാധിക. വലതുഭാഗം രാധയും ഇടതുഭാഗം ലക്ഷ്മിയുമാണ്. അങ്ങയുടെ അംഗത്തിൽ നിന്നുണ്ടായ ഇവൾ അങ്ങയെ വരിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനെ, പരമാത്മാവും മൂലപ്രകൃതിയും ചേർന്നിരിക്കുന്നത് പോലെയാണ് ആരെ ഈ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ചയുണ്ടല്ലോ, അത് പരമാത്മാവും മൂലപ്രകൃതിയും ചേർന്നിരിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അവ ശിവശക്തികൾ തന്നെയാണ്. പ്രകാരം പറഞ്ഞ ഗംഗയെ അദ്ദേഹത്തിന് സമർപ്പിച്ചതിന് ശേഷം ബ്രഹ്മദേവൻ മടങ്ങുകയും ചെയ്തു. പറയേണ്ടത് പറഞ്ഞു. എന്നിട്ട് അവിടെ ഗംഗേനെ അവിടെ കൊടുത്തിട്ട് അദ്ദേഹം പോയി. പൂവും ചന്ദനവും കയ്യിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ ഗംഗാദേവിയെ ഗാന്ധർവ വിധിപ്രകാരം വേലി കഴിച്ചു. രമാപതി വൈകുണ്ഠത്തിൽ ഗംഗയോടുകൂടി വിഹരിച്ചു. ഈ കാലത്താണ് ഗംഗാദേവി ശാപഗ്രസ്തയായി ഭൂമിയിലേക്ക് പോയത്. 5000 വർഷം കഴിഞ്ഞപ്പോൾ ഗംഗ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തുകയും ചെയ്തു. 5000 വർഷം ഈ ശാപം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. വൈകുണ്ഠത്തിൽ രമാകാന്തനോടുകൂടി ഗംഗ രമിച്ച് കാലം കഴിച്ചു. അവരുടെ സമാഗമത്തിൽ വാണിക്ക് ഗംഗയോട് ഈർഷ്യ തന്നെ. സരസ്വതിക്ക് എപ്പോഴും ഗംഗയോട് അസൂയ ഉണ്ടായിരുന്നു. ഗംഗക്ക് അതില്ലായിരുന്നു താനും. എങ്കിലും ഗംഗ ശപിച്ചത് കാരണം സരസ്വതിക്ക് ഭൂമിയിലേക്ക് പോകേണ്ടി വരികയും ചെയ്തു. രമാവതിക്ക് ഗംഗയോടും കൂടി 3 ഭാര്യമാരും തുളസിയും കൂടി ചേർന്നപ്പോൾ പത്നിമാരെത്രയായി? 4 പത്നിമാരായി ഭഗവാന്. അങ്ങനെ ഇവരവിടെ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോ തുളസിയും ഭഗവാന്റെ പത്നിയാണെന്ന് കേട്ടപ്പോൾ ദേവർഷിക്ക് തുളസിയുടെ പൂർവ്വജന്മം എപ്രകാരമാണ് വിഷ്ണുവിന്റെ പത്നിയായതെന്ന് തുടങ്ങിയ വൃത്താന്തങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട്. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അവിടെ കയറി പിടിച്ചോളും. കഥ പൂർണ്ണമായി കേൾക്കണം. ഇതാണ് താല്പര്യം. തുളസിക്കുണ്ടായ ശാപത്തെ പറ്റി നാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടോളൂ. ദക്ഷസാവർണിയുടെ പുത്രനായ ധർമ്മസാവർണിയും അദ്ദേഹത്തിന്റെ പുത്രനായ യുദ്ധസാവർണിയും അദ്ദേഹത്തിന്റെ പുത്രനായ ദേവസാവർണിയും എല്ലാ സാവർണിമാരാണ് കേട്ടോ.
അദ്ദേഹത്തിന്റെ പുത്രനായ ഇന്ദ്രസാവർണിയും ഉണ്ടായി. ഇവരെല്ലാവരും തന്നെ വിഷ്ണുഭക്തന്മാരും ജിതേന്ദ്രിയന്മാരും ധർമ്മൈകനിഷ്ഠരുമായിരുന്നു. വിഷ്ണുഭക്തനായ ഇന്ദ്രസാവർണിക്ക് ശിവഭക്തനായ വൃഷധ്വജൻ എന്ന പേരായ ഒരു പുത്രൻ ജനിച്ചു. ആ കുട്ടി മഹാശിവൻ പരമേശ്വരന്റെ ഭക്തനായിരുന്നു. ആര്? വൃഷധ്വജൻ. സ്വന്തം മക്കളെക്കാളും വാത്സല്യം വൃഷധ്വജനോട് ഉണ്ടായിരുന്നത് കൊണ്ട് മഹാദേവൻ 3 യുഗം കാലം അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ താമസിച്ചു. നാരായണനെയോ മഹാലക്ഷ്മിയോ സരസ്വതീ ദേവിയോ അദ്ദേഹം ഉപാസിച്ചിരുന്നില്ല. അതങ്ങനെയാണല്ലോ, തന്നെ വിളിക്കുന്ന ആളോട് കുറച്ച് പ്രിയം കൂടും. കന്നിമാസത്തിലെ ലക്ഷ്മി പൂജയും ദേവന്മാർ കൂടി ചെയ്യുന്ന മാഘപഞ്ചമിയിലെ സരസ്വതി പൂജയും അഹങ്കാരിയായ വൃഷധ്വജൻ വേണ്ടെന്ന് വെച്ചു. അഹങ്കാരം കൊണ്ടാണ് കേട്ടോ. വിഷ്ണു പൂജകളും അഗ്നിഹോത്രം തുടങ്ങിയതൊന്നും അനുഷ്ഠിക്കാതെ അവനിൽ കോപം കൊണ്ട് സൂര്യഭഗവാൻ ശാപം കൊടുത്തു. പിന്നെ അല്ല, വിഷ്ണു ഭഗവാനെ പൂജിക്കാതിരുന്നതിന്റെ അഹങ്കാരമല്ല, അഹങ്കാരത്തിന് തട്ട് കിട്ടണമെന്ന് ആര് വിചാരിച്ചു? സൂര്യഭഗവാൻ. ഇവന് തട്ട് കൊടുത്തേ തീരുമെന്ന് വിചാരിച്ചു. ശ്രീയില്ലാത്തവനായി തീരട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ട് ശിവൻ ശൂലവുമായി സൂര്യന്റെ നേരെ ചെന്നു. ആര്? ശിവഭഗവാന്റെ ഭക്തനാണല്ലോ. അപ്പൊ എന്റെ ഭക്തനെ ശപിക്കാൻ നീ ആരെന്ന് വെച്ചിട്ട് സൂര്യന്റെ നേരെ പോയി. അപ്പോൾ സൂര്യൻ പിതാവായ കശ്യപനോടുകൂടി ബ്രഹ്മദേവന്റെ സമീപത്തെത്തി. അവിടെയും ശിവൻ ശൂലവും കൊണ്ട് ചെന്നു. ഉടനെ ബ്രഹ്മദേവൻ അവരെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി. ഇതാണ്, എവിടെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവസാനം അവനെല്ലാറ്റിൻ്റെ പരിഹാരം കാണണമെങ്കിൽ മഹാവിഷ്ണു തന്നെ വേണം. എന്നിട്ട് അവിടുന്ന് സ്തുതിക്കാൻ തുടങ്ങി. വൃത്താന്തങ്ങളൊക്കെ ഭഗവാനെ അറിയിച്ചു. അപ്പൊ ഭഗവാൻ പറയണു, ബ്രഹ്മാവ് എന്തിനാണ് ഭയപ്പെടുന്നത്? ഇങ്ങനെ ഞാനിവിടെ ഇല്ലേ? ധൈര്യമായിരിക്കൂ. കഷ്ടകാലം വരുമ്പോൾ ആരാണ് എന്നെ സ്മരിക്കുന്നത്? അവരെ രക്ഷിക്കാനാണ് ഞാൻ ചക്രവാണിയായി ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ദേവന്മാരെ സ്രഷ്ടാവായ ബ്രഹ്മദേവനും സംഹരിക്കുന്ന രുദ്രനും ഞാൻ തന്നെയാണ്. നിങ്ങളൊന്നും എന്നിൽ നിന്ന് ഭിന്നനല്ല. ഞാൻ ഭിന്നരൂപം കൈക്കൊണ്ട് സൃഷ്ടിസ്ഥിതി പരിപാലനം നടത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ മനസ്സിലാക്കണ്ടു കേട്ടോ. നിങ്ങൾ വേഗം സ്വസ്ഥാനത്തേക്ക് മടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. എന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് ഇന്നു മുതൽ ശിവനെ ഭയപ്പെടേണ്ട കേട്ടോ. ശിവനാകട്ടെ ഭക്തവത്സലനും സജ്ജനങ്ങൾക്ക് പ്രാപ്യനുമാണ്. നല്ല ആളാണ് മഹാദേവൻ. സുദർശന ചക്രവും മഹാദേവനുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. മനസ്സിലായില്ലേ? ശങ്കരൻ തന്റെ 5 മുഖങ്ങളും കൊണ്ട് എന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞാനും എപ്പോഴും ശിവനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പരസ്പരം ചേർച്ചയുള്ളവരാണ്, മംഗളം നേർന്നുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാ മംഗളത്തിനും ആധാരം ശിവനാണ്. മംഗളമൂർത്തിയല്ലേ ശിവൻ. അതുകൊണ്ടാണ് ശിവ എന്ന് വിദ്വജനങ്ങൾ വിളിക്കുന്നത്. എന്നെ ആരെങ്ങനെ ഭജിക്കുന്നു അപ്രകാരം തന്നെ ഞാൻ അവനെയും സേവിക്കും. അപ്പോഴേക്കും ശിവൻ ശൂലവും എടുത്ത് കോപം കൊണ്ട് തുടുത്ത കണ്ണുകളുമായി വൃഷാരൂഢനായി എവിടേക്ക് വന്ന ഉടനെ തുടങ്ങിയില്ലേ വൈകുണ്ഠനാഥന്റെ കാൽക്കൽ നമസ്കരിച്ചു. ഒരു ദേഷ്യമില്ല. അടുത്തുമ്പത്തേക്കെല്ലാം വേലുകൊണ്ട വണ്ണ പോലെ ഉരുകി പോയി. രത്നസിംഹാസനത്തിൽ രത്നാഭരണങ്ങൾ ചേർത്ത് മകരകുണ്ടലം ധരിച്ച് 4 കൈകളുമായി കൊണ്ടനീർ വന്ന ലക്ഷ്മി നൽകിയ താമ്പൂലം വായിലിട്ട് പുഞ്ചിരി തൂക്കി വിചാരിച്ചു. അടക്കർക്ക് മുറുക്കുന്ന പതിവുണ്ട് താമ്പൂലം. ആ ചതുർഭുജനെ ശിവൻ വീണ്ടും നമസ്കരിച്ചു. വീണ്ടും നമസ്കരിച്ചു. വിധിയും ശംഭുവിനെ നമിച്ചു. ആദിത്യ ഭഗവാൻ തിങ്കൾ മൗലിയെ നമസ്കരിച്ചു. ഇത് കണ്ട് കശ്യപനും ഭക്തിയോടെ എല്ലാവരെയും വാഴ്ത്തി സ്തുതിച്ചു. ശങ്കരൻ വിഷ്ണുവിനെയും വാഴ്ത്തിക്കൊണ്ട് അടുത്ത് തന്നെ ഇരുന്നു. സുഖാസനത്തിലിരിക്കുന്ന മഹാദേവനെ വിഷ്ണു പാർഷദന്മാർ വെഞ്ചാമരം കൊണ്ട് വീശി. വിഷ്ണു ശിവനോട് മധുരസ്വരത്തിൽ ചോദിച്ചു, എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? അത് കേൾക്കട്ടെ. ഇത്രത്തോളം കോപം വരാൻ എന്താണ് കാരണം? മഹാദേവൻ പറഞ്ഞു, എന്റെ പ്രിയ ഭക്തനായ വൃഷധ്വജനെ ഈ സൂര്യൻ ശപിച്ചത് കൊണ്ടാണ് ഞാൻ കോപിഷ്ഠനായത്, അല്ലാതെ ഒന്നുമല്ല. എന്റെ ഭക്തവാത്സല്യം കൊണ്ടാണ് ഞാൻ സൂര്യനെ കൊല്ലാൻ ഒരുങ്ങിയത്. അവൻ ബ്രഹ്മാവിനെയും ബ്രഹ്മാവ് അങ്ങയെയും ശരണം പ്രാപിച്ചു. മരണ കൊണ്ടുപോലും അങ്ങയെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനാണ് അങ്ങ്. അതെനിക്കറിയാം. പിന്നെ നേരിട്ട് ശരണാഗതി അടഞ്ഞ പറയാനുണ്ടോ? അങ്ങ് കൈവെടിയുമോ? ഹരിസ്മരണ തന്നെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കും. അതെനിക്കറിയാം. പ്രഭു, സൂര്യന്റെ ശാപം കാരണം എന്റെ പ്രിയഭക്തന്റെ ശ്രീ ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പം അവന് ഐശ്വര്യമില്ല. അവന്റെ ഭാവി എന്തായിരിക്കും? ഭഗവാൻ പറഞ്ഞു, ഈ കുറച്ചു സമയം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൽ 21 യുഗങ്ങൾ കഴിഞ്ഞു.
എന്നാൽ വൈകുണ്ഠത്തിൽ അരനാഴികയെ ആയിട്ടുള്ളൂ. അതുകൊണ്ടങ്ങ് സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. അങ്ങയുടെ ഭക്തനായ വൃഷധ്വജനും അവന്റെ പുത്രനായ രഥധ്വജനും ശ്രീയില്ലാതെ കാലഗതി പ്രാപിച്ചു കഴിഞ്ഞു. അവരിപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. അവർക്കൊരു ഐശ്വര്യം ഇല്ലാണ്ട് തന്നെ അവര് മരിച്ചു. ഇനി അത് ആലോചിച്ചിട്ട് ദുഃഖിക്കണ്ട. അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ധർമ്മധ്വജനും കുശധ്വജനും ജീവിച്ചിരിപ്പുണ്ട്. അവരും സൂര്യതാപത്തിൽ സ്ത്രീയറ്റവരാണ്. രാജ്യവും ഐശ്വര്യവും നശിച്ചവർ ഇപ്പോൾ ലക്ഷ്മി ഉപാസനയിൽ മുഴുകിയിരിക്കുകയാണ്. അവരിൽ ഒരാളുടെ പുത്രിയെ രമ കലാംശമായി അവതരിക്കും. എന്നിട്ടോ അപ്പോഴ് അവര് വീണ്ടും ശ്രീ നേടി സമ്പന്നരായും ശ്രേഷ്ഠരായും ഭവിക്കും കേട്ടോ. നമ്മളെല്ലാവരും സമാധാനമായി തിരിച്ചു കൊണ്ടാലെന്ന് പറഞ്ഞു. പ്രകാരം പറഞ്ഞ് രമാകാന്തന്റെ അമ്മയോടൊത്ത് അന്തഃപുരത്തിലേക്ക് പോവുകയും ചെയ്തു. ദേവന്മാരും അവിടെ നിന്ന് സന്തോഷത്തോടെ യാത്രയെ. പരിപൂർണതമനായ മഹാദേവനും തപസ്സിനായി അവിടെ നിന്ന് നിർഗമിച്ചു. ഈ ശക്തി പ്രാദുർഭാവം എന്ന 15-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു. നമ്മൾ നാളെ കുശധ്വജപുത്രിയുടെ ചരിതമാണ് വർണ്ണിക്കാനുള്ളത്. ആ കുശധ്വജപുത്രിയാണ് പിന്നീട് സീതയായിട്ട് വരുന്ന രാവണൻ വന്ന് തലമുടിയൊക്കെ പിടിച്ചു വലിച്ചു. അവിടെ തന്നെ ജീവത്യാഗം ചെയ്ത് പിന്നീട് ആ സീതാദേവിയായിട്ട് അവതരിച്ചു. വേദവതി എന്നാണ് പേര്. ആ കഥത്തെ നമുക്ക് ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.